ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗോരഖ്പൂറാണ്. ഗോരഖ്പൂർ ട്രെയിൻ ഇറങ്ങി ബസ് കയറാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളാ ഇന്ത്യ നേപ്പാൾ ബോർഡർ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കാറുകൾ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് കുറച്ചൊരു നടന്ന ബസ്സിൽ പോവാം, അത് രസം. മറ്റേതാണെങ്കിൽ ഒരു 500-600 രൂപ കൊടുത്താൽ നമുക്ക് നേരെ ബോർഡർ വരെ ഒരു കാറിൽ കൊണ്ടുപോകും. ഞാൻ ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കാറുകൾ വിളിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ, ഞാൻ അങ്ങോട്ട് നടന്നപ്പോഴേക്ക് ഒരുപാട് പേര് വിളിക്കുന്നു. ഇവിടെ നല്ല തിരക്കാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ആ ബസ് സ്റ്റാൻഡ് ഇത് അപ്പുറത്തുനിന്നാണ് പറഞ്ഞാൽ. നമുക്ക് ആ ബസ് സ്റ്റാൻഡ് പോയിട്ട് കാണാം. ഓക്കെ, ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഏറ്റവും ബാക്ക് സീറ്റാണ് കിട്ടിയത്. ഇവിടുന്ന് കാറും ഉണ്ട്. നമുക്ക് ബസ്സിൽ പോകാൻ വേണമെങ്കിൽ കാറും പോവാം. ഒക്കെ ലോക്കൽ ബസ്സാണ്. നമുക്ക് അതിൽ തന്നെ പോകണം. അതാണ് നമുക്ക് രസം. ഓക്കെ, നമ്മളിവിടെ ട്രിപ്പുണ്ട്. ഇവിടെ നാളിനെ വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഗൈസ്, ബസ് അവിടെ ഇറക്കി. നമ്മളവിടെ ഇറങ്ങി. നമ്മളിനി ബോർഡർ ലക്ഷ്യമായിട്ട് നടക്കുന്നുണ്ട്. അടുത്ത വഴി എന്തോ ഇറങ്ങാമെന്ന് പറയുന്നത് മെയിൻ റൂട്ടിൽ. ഇത് ബസ് സ്റ്റാൻഡിനകത്താണ് ഇറങ്ങിയത്. ഡിപ്പോയ്ക്കകത്താണ് ബസ് കൊണ്ട് നിറക്കിയത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മൾ ബോർഡറിലോട്ട് പോവുകയാണ്. നമ്മൾ ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്തിട്ട് തിരിച്ച് വരും. എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് നോക്കണം. കുറച്ച് പേര് നടന്ന് പോകുന്നുണ്ട് ബോർഡർ എന്ന് പറഞ്ഞ്. ഞാൻ ചോദിച്ചപ്പോൾ ഇതാണ് വഴി. അപ്പോൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. കുറേ റിക്ഷക്കാരൊക്കെ വന്ന്. ഞാൻ കയറിയില്ല, നമുക്ക് നടന്ന് തന്നെ പോവാം. കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ബസ് കയറിയിട്ട് ഉടനെ തിരിക്കണം. കാരണം ഏകദേശം 4 മണിക്കൂർ കൊണ്ടാണ് ബസ് ഓടി ഇവിടെ വന്നത്. ഞാൻ 12 മണിക്ക് കയറിയത് ബസ്സാണ്. ഇപ്പം കറക്റ്റ് 4 മണിക്കാണ് ബസ് ഇവിടെ എത്തിയത്. അപ്പം റോഡ് കുറേ മോശമായിരുന്നു. പിന്നെ ബസ് ഇടയിൽ നിർത്തിയൊന്നുമില്ല. ഫുൾ അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ തന്നെ ഓടി തന്നെയാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൂടെ ഇങ്ങനെ പോയി. ഇവിടെ കൂടെ ചെറിയൊരു മുടുക്ക് വഴി അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു ചെറിയ ബുദ്ധിസ്റ്റ് ടെമ്പിളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം. ഇവിടെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല, അവർ കയറ്റത്തില്ല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ ഫ്രണ്ടിൽ കാണാം ബോർഡർ. അവിടെ ഒരു ഇന്ത്യയുടെ പതാക അല്ല, ഇന്ത്യയുടെ ഒരു 3 ഇത് വരച്ച അവിടെയാണ് ബോർഡർ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് നടക്കാം. കുറച്ച് ദൂരമുള്ള നടക്കാൻ. ഇവിടെ ഫുള്ള് ഇതാണ് സൊനോലി മാർക്കറ്റ്. ഫുള്ള് ഇവിടെ കച്ചവടവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് നല്ല തിരക്കാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തുണിയാണ് കേട്ടോ. നമുക്ക് അങ്ങ് ജസ്റ്റ് അങ്ങോട്ട് നടക്കാം. നല്ല തിരക്കാണ് ഇവിടെ. കാരണം മണി ഇപ്പോൾ 4 മണിയായി. പക്ഷേ ഇവിടെ ഒരു 1 മണിക്കൂറും കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം കൂടുതൽ നേരം നിൽക്കുകയാണെങ്കിൽ നല്ല തണുപ്പായി തുടങ്ങും. അപ്പം ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അതൊരു കേസുണ്ട്. നല്ല തണുപ്പാണ്. ഈ നോർത്തിലോട്ടൊക്കെ വരുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ സമയത്തൊക്കെ തണുപ്പാണ്. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. റിക്ഷയിലും പോവാം. ഇവിടെ അവരിന് ഒരുപാട് പൈസ ചോദിക്കും. പിന്നെ ജസ്റ്റ് നടക്കാമല്ലോ, വേറെ വിഷയമില്ലല്ലോ. ഓർഡർ ക്രോസ് ചെയ്തിട്ട് ഇവിടെ തിരിച്ച് വരും. ഓക്കെ, ഇനി ഞാൻ ഒരിക്കൽ കൂടെ വരും. ഈ ലോറികളെല്ലാം അങ്ങോട്ട് കയറാൻ വേണ്ടി, ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി എന്തോ കിടക്കണതാണ്. എല്ലാം പിടിച്ചിട്ടിരിക്കുകയാണ്. അവിടെ തോന്നുമ്പോൾ ഒരുപാട് ലോറി കിടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ലോറി ഉണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ബോർഡർ വരെ, ആ ബോർഡർ അവിടെ എന്തോ ചെറിയ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ ഗൈസ്, നൈസിന് ഇറങ്ങി. പക്ഷെ അവിടെ നമ്മളെ ഇന്ത്യൻ ആർമി ചെക്കിങ് ഉണ്ട്. എൻ്റെ ആധാർ ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും പ്രൂഫ്, ആധാർ ജസ്റ്റ് വാങ്ങിച്ച് അവരൊന്ന് നോക്കി വെരിഫൈ ചെയ്തെങ്കിൽ പറ്റും. വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ നേപ്പാളിലാണ്. നേപ്പാളിൻ്റെ മണ്ണിലാണ്. ഇവിടെ നേപ്പാളീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് നടന്ന് പോയിട്ട് വീഡിയോ എടുക്കാം. ഇവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നേപ്പാളിലാണ് നിൽക്കുന്നത് ഗൈസ്. നമ്മൾ ആ ബോർഡർ കഴിഞ്ഞ് ഇപ്പുറത്ത് വന്ന്, ഇത് നേപ്പാളിൻ്റെ ബോർഡറാണ്. ഇപ്പം നിൽക്കുന്ന നേപ്പാളിൻ്റെ മണ്ണിലാണ്. പക്ഷെ ഇവിടെ കിടക്കുന്ന എല്ലാം ഉത്തർപ്രദേശ് വണ്ടികളാണ്. നമുക്ക് ജസ്റ്റ് കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ നേപ്പാളിൻ്റെ മണ്ണിലാണ്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള നമ്മളിങ്ങനെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവർ ടാക്സിക്കാർ അവരൊക്കെ ഇവിടെ പോകാമോ, പൊക്കാളിൽ പോകണോ, അന്ന് പോകണോ, ഇത് പോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബസ്സുകൾ ഒരുപാടുണ്ട്. നമുക്ക് ബസ്സിൽ പോവാം, വേറെ വിഷയമൊന്നുമില്ല. ഇനിയിപ്പം അവിടുത്തെ ഒരു തിരക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് മണി എക്സ്ചേഞ്ച് ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട്. മണി എക്സ്ചേഞ്ച്, ട്രാവൽ ഏജൻസീസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട്. നമ്മളെ സിം ഇവിടെ കട്ടായി.
ഇപ്പുറത്ത് കയറിയപ്പോൾ സിമ്മ് പോയി. ഇവിടെ നിന്ന് സിമ്മ് എടുത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ കൂടുതൽ നേരം നിൽക്കുന്നില്ല, ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. എനിക്ക് വേറെ സിമ്മ് എടുക്കണ്ട, ഞാൻ ഇപ്പം നിന്ന് തിരിച്ചു പോകും. നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യ വിട്ടായിരുന്നു. ഇന്ത്യ വിട്ട് ഇപ്പം നേപ്പാളിൽ നിൽക്കുകയാണ് ഗൈസ്. നേപ്പാളിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് കാലി കൊണ്ട് നടന്ന് കയറാൻ പറ്റുന്ന രാജ്യം. ചുമ്മാ നടന്ന് നൈസിന് കയറി. പിന്നെ ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വണ്ടികളെ നമ്പർ വന്നിട്ട് എന്താ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഇവിടെ റെഡ് ബോർഡിൽ വെള്ള അക്ഷരമാണ്. അതുകൊണ്ടാ ഒരു ബസ് പോയി. എൻ്റെ ബൈക്കിലൊക്കെ അങ്ങനെയാണ്. പിന്നെ ഒരു സാധനം ഇവിടെ കൂടുതലുണ്ട്, മദ്യം ഇവിടെ ഉണ്ട്. അപ്പുറത്തൊക്കെ ഉണ്ട്. 2-3 കടകളൊക്കെ ഉണ്ട്, തോന്നിയിരിക്കുന്ന കടകൾ. ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. മണി എക്സ്ചേഞ്ച് 100 രൂപയ്ക്ക് ഒരു മണി എക്സ്ചേഞ്ച് നടത്തിയല്ല, 100 രൂപയ്ക്ക് ഒന്ന് ചേഞ്ച് വാങ്ങിക്കാം. ഓക്കെ, വേറെ കൂടുതൽ വേണം വേണ്ട. സൂപ്പറാണ് ഇവിടെ, പഴയ കെട്ടിടങ്ങൾ അങ്ങനെയൊക്കെയാണ്. സെറ്റ് അടിപൊളി ഗൈസ്, അടിപൊളി. നേപ്പാളൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനിയും വരും ഇവിടെ വന്ന് അത് നേപ്പാളിൻ്റെ അകത്തിന് എക്സ്പ്ലോർ ചെയ്യണം. പൊക്രാനിൽ വന്ന് ഇപ്പം പോകണം. പക്ഷെ ഇപ്പോൾ സമയമില്ല. ഇവിടെ നിന്ന് ഇപ്പം വിട്ടാലേ ട്രെയിൻ പിടിക്കാൻ പറ്റുള്ളൂ. 7-8 ദിവസമായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഇനി കടയൊക്കെ തുറക്കണം. തിങ്കളാഴ്ച നമുക്ക് അങ്ങ് എത്തണം. അതാണ് നമ്മളെ പ്ലാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇവിടെ സിമ്മുണ്ട്, അവിടെ സിമ്മ് ഫ്രീ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട ഓൾറെഡി കണ്ട ഈ വണ്ടിയുടെ നമ്പർ പ്ലാറ്റ് കണ്ട റെഡാണ്. റെഡ് ബോർഡും വൈറ്റ് എഴുത്തുമാണ്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമ്മൾ 50 രൂപയ്ക്ക് നേപ്പാളി മണി വാങ്ങിക്കുകയാണ് ഇവിടെ നിന്ന്. ഓക്കെ, 50 രൂപയ്ക്ക് 50 രൂപ. 50 രൂപയ്ക്ക് 50 എത്ര രൂപ നേപ്പാളി കിട്ടി? 50 രൂപ ഞാൻ കൊടുത്തു. ഇനി കിട്ടിയത് ഗൈസ് 50 രൂപ, പിന്നെ 20 രൂപ ഗൈസ്, 80 രൂപ ഗൈസ്. ഇവിടെ 50 രൂപ കൊടുത്ത് 80 രൂപ കിട്ടും ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് വച്ചിരിക്കാൻ വേണ്ടി മാറിയതാണ്. എനിക്കൊരാഗ്രഹം, നമ്മൾ ഒരു രാജ്യത്ത് വന്ന ഒരു രാജ്യം കടന്ന് വന്നതാണ്. അപ്പോൾ അവിടുത്തെ നോട്ട് വെച്ചിരിക്കൊരു ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ മാറിയത്. 50 രൂപ കൊടുത്തപ്പോൾ 80 രൂപ കിട്ടി ഗൈസ്. അടിപൊളി, സെറ്റപ്പ് പരിപാടി ഗൈസ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അതിൻ്റെ ഒരു 5 രൂപ ഇവിടെ ഒരാൾക്ക് കൊടുക്കുന്നു ഞാൻ ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്നു. ഇടത്തല്ലേ 5 രൂപ കൊടുത്ത് 5 രൂപയും കൂടെ കൊടുക്കണമെന്ന് ഇതാ മതി. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിവിടെ നിന്ന് പോകുന്നു. പാവപ്പിള്ളേർ വാങ്ങിച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു. ഇതാണ് മെയിനായിട്ട് ഒരു മാറുന്നത് നേപ്പാളി പണി. അപ്പോൾ ഇവിടെ വന്ന് സ്വർണം വാങ്ങിക്കുകയാണെങ്കിൽ വില കുറവായിരിക്കും അല്ലേ ഗൈസ്? അതിന് നോക്കണം, ഇനി വരുമ്പോൾ നോക്കണം. സ്വർണം വാങ്ങിക്കാൻ വരാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ വില കുറവായിരിക്കും. അവിടുത്തെ കുറച്ച് പൈസ കൊണ്ടുവന്ന് ഇവിടെ കൂടുതൽ ഒരേ വിലയായിരിക്കും, പക്ഷേ മൂല്യം ഇവിടെ കുറവാണ്. അപ്പോൾ 1 ലക്ഷം രൂപ കൊണ്ടുവന്നാൽ 1,50,000 രൂപയ്ക്ക് പുറത്ത് കൊണ്ടുപോകാമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് കണക്ക്. അടിപൊളി ഗൈസ്, അടിപൊളി ഗൈസ്, അടിപൊളി. 10 രൂപ പോയി വോട്ട്. നമുക്ക് കൊള്ളാണ്ട് ഗൈസ്. ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേപ്പാളിൽ കാലുകുത്തി പൈസ മാറി. ഇവിടെ ഉള്ള ഒരാളാണ്. ഹലോ ഗൈസ് എന്ന്. അടിപൊളി ഗൈസ്, അടിപൊളി. നേപ്പാളിലുള്ള പിള്ളേരൊക്കെ എങ്ങനെയുണ്ട? സ്കൂളിൽ പോയിട്ടൊക്കെ വന്നിരിക്കുന്നത് അടിപൊളി. നേപ്പാൾ ഈസ് ബ്യൂട്ടിഫുൾ. ഞാൻ പറയുന്നു, നേപ്പാൾ ഈസ് ബ്യൂട്ടിഫുൾ ഗൈസ്. നമ്മൾ തിരിച്ചിറങ്ങിയായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ ചെറിയ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്, കേരളത്തിൽ നിന്നല്ല. സോറി, ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. നേപ്പാളിൻ്റെ ഭാഗത്തിൽ ഒന്നുമില്ല. അവിടെ കയറുന്നു ഇറങ്ങുന്നു, ആ റേഞ്ചാണ്. ഇവിടെ ഇന്ത്യയിൽ കയറുമ്പോഴാണെങ്കിൽ നമ്മൾ പേരും ഡീറ്റെയിൽസ് നമ്മൾ എവിടെ നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ അവിടെ ബുക്കിൽ എഴുതി വയ്ക്കണം. അല്ലാതെ അവർ എഴുതിക്കൊള്ളും. നമ്മൾ ആധാർ കാർഡ് കൊടുക്കണം. പിന്നെ നമ്മളെ ബാഗ് ഒന്ന് സ്കാൻ ചെയ്യും. അപ്പം വിചാരിക്കുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് കടത്താനൊന്നും പറ്റില്ല, അകത്താവും. ഞാൻ വിചാരിച്ച് നൈസിന് കയറിയത് വരെ ഇറങ്ങി പോരാന്ന്. കയറിയപ്പോഴും എൻ്റെ ആധാർ കാർഡ് നോക്കിയിട്ടാണ് എന്നെ കയറ്റിയത്. തിരിച്ചിറക്കിയപ്പോഴും ആധാർ കാർഡ് നോക്കിയപ്പോൾ കേരള സേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ് അവിടെ പോയി എഴുതണം, ബാഗ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാഗ് സ്കാൻ ചെയ്ത് അവിടെ എഴുതിയും വെച്ചിട്ടാണ് നമ്മൾ വന്നത്. പ്രശ്നമൊന്നുമില്ല,
അപ്പോൾ ഇനി എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ എനിക്ക് ഗോരഖ്പൂർ വീട്ടിലോട്ടാണ് പോകണമെന്ന് പറഞ്ഞാൽ വേറെ വിഷയം ഒരു ഫോർമാലിറ്റീസും ഇല്ല. ജസ്റ്റ് നെയ്മൊന്നും അത്രേ ഉള്ളൂ. നല്ല തിരക്കാണ് ഇവിടെ. ഇങ്ങനെ ക്യാമറ പിടിച്ച് വീഡിയോ എടുത്ത് നടക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു ഫോർമാലിറ്റീസ്, വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ ഇനി ബസ്സിനടുത്തോട്ട് പോകാനാണ്. അവിടെ ഈ ബസ്സിക്ക് കിടപ്പുണ്ടായിരിക്കും. ബസ്സിൽ കയറി നമ്മൾ നേരെ ഗോരഖ്പൂർ പോയി അവിടെ നിന്ന് ട്രെയിൻ കയറി നമ്മൾ വീട്ടിലോട്ട് പോകും. അതാണ് എനിക്ക് ചെയ്യുന്നത്. അപ്പം ഈ വർഷത്തെ ഒരു 10 ദിവസത്തെ പരിപാടി ചെയ്യുന്നു. കുറച്ച് കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാരണാസിയിലൊക്കെ ആയിരുന്നു കുറച്ച് കഷ്ടപ്പാട്. പിന്നെ ഡൽഹി വന്നിറങ്ങിയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടി. കാരണം ഈ തണുപ്പൊരു നമുക്കൊന്നും വെളിയിൽ കിടക്കാൻ അങ്ങനെയൊന്നും പറ്റൂല. അങ്ങനത്തെ ഒരു വിഷയമായിപ്പോയി. എന്നാൽ ഇവിടെ വന്നതൊരു വലിയ ഇതായിപ്പോയി. നല്ല കാര്യം. അപ്പോൾ നമ്മളിനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ.